Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Using convolution, find the inverse Laplace transform of 1 by s square into s square plus s square. ഇത് മെയ് 2024 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് QT ചോദിച്ചതാണ്. 1 by s square into s square plus s square എന്ന ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കണ്ടുപിടിക്കണം. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി ഏതാണ്? കൺവല്യൂഷൻ പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുക. കൺവല്യൂഷൻ പ്രോപ്പർട്ടി. അപ്പൊ കൺവല്യൂഷൻ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ ഒരു ഫംഗ്ഷനെ f bar s എന്നും മറ്റൊരു ഫംഗ്ഷനെ g bar s എന്നും എടുക്കാം. Take f bar s is equal to 1 by s square. g bar s is equal to 1 by s square plus s square. ഒരു ഫംഗ്ഷൻ നമ്മൾ f bar s എടുത്തു, അടുത്ത ഫംഗ്ഷൻ നമ്മൾ g bar s എടുത്തു. അത് തിരിച്ചെടുത്താലും ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. അപ്പൊ f bar s 1 by s square ആണ്, g bar s 1 by s square plus s square ആണ്. ഇനി L inverse f bar s എന്ന് പറഞ്ഞാൽ എന്താണ്? L inverse 1 by s square. 1 by s squareന്റെ n inverse എഴുതണം. അപ്പൊ അതിനെ നമുക്ക് ഈ നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്താണ്? L of t raised to n എന്ന് പറഞ്ഞാൽ n factorial by s raised to n plus 1 ആണ്. അപ്പൊ L inverse 1 by s raised to n plus 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? t raised to n by n factorial. അപ്പൊ L inverse 1 by s raised to n എന്തായിരിക്കും? t raised to n minus 1 by n minus 1 factorial. നമുക്ക് ഈ ഫോർമുല അറിയില്ലെങ്കിൽ ഇങ്ങനെ ഫോർമുല ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പൊ L inverse 1 by s raised to n എന്ന് പറഞ്ഞാൽ t raised to n minus 1 by n minus 1 factorial. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ 8 സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. അതിലൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് L of t raised to n. L of t raised to n ന്റെ ആൻസർ എന്താണ്? n factorial by s raised to n plus 1 ആണ്. അപ്പൊ L inverse 1 by s raised to n plus 1 എന്താണ്? t raised to n by n factorial ആണ്. ആ n ന് പകരം നമ്മൾ n minus 1 കൊടുത്തപ്പോൾ എന്ത് കിട്ടി? L inverse 1 by s raised to n എന്നുള്ളത് t raised to n minus 1 by n minus 1 factorial കിട്ടി. അപ്പൊ ആ ഫോർമുല ഉപയോഗിക്കുമ്പോൾ L inverse 1 by s square എന്നുള്ളത് എന്തായിട്ട് മാറും? This is equal to നമുക്ക് n ന്റെ സ്ഥാനത്ത് 2 ആണ്. 2 കൊടുക്കുമ്പോൾ t divided by 2 minus 1 1 factor t എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ L inverse f bar s എന്നുള്ളത് എന്താണ്? f of t. t ആണ് f of t ആയിട്ട് വരുന്നത്. ഇനി അതുപോലെ തന്നെ L inverse g bar s കാണാം. എന്താണ് L inverse g bar s? 1 by s square plus a square ന്റെ ഇൻവേഴ്സ്. L inverse 1 by s square plus a square. L inverse 1 by s square plus a square എന്താണ്? നമുക്ക് എഴുതാം. ഇവിടെ ആ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് L of sin t യുടെ ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. എന്താണ് L of sin t? a by s square plus a square ആണ്. Therefore L inverse 1 by s square plus a square എന്താണ്? 1 by a sin t. കണ്ടോ? 1 by a sin t. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 1 by a sin at. ഇതിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? g of t ആയിട്ട് എടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? f of t കിട്ടി, g of t കിട്ടി അല്ലേ? f of t കിട്ടി, g of t കിട്ടി. f of t എന്താണ്? t ആണ്. g of t എന്താണ്? 1 by a sin at ആണ്. 1 by a sin at ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൺവല്യൂഷൻ പ്രോപ്പർട്ടിയുടെ ഫോർമുല എന്താണ്? കൺവല്യൂഷൻ പ്രോപ്പർട്ടി L inverse f bar s g bar s. f bar s എന്ന് പറഞ്ഞാൽ 1 by s square ആണ്. g bar s എന്ന് പറഞ്ഞാൽ 1 by s square plus s square ആണ്. ഇതിന്റെ ഇൻവേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ രണ്ടായിട്ട് നമ്മൾ തിരിച്ചു. ഒന്ന് f bar s എടുത്തു, മറ്റൊന്ന് g bar s എടുത്തു. അപ്പൊ f bar s into g bar s ന്റെ ഫോർമുല എന്താണ്? ഇന്റഗ്രൽ 0 to t f of u g of t minus u du. ഇതാണ് നമ്മുടെ ഫോർമുല. ഇന്റഗ്രൽ 0 to t f of u g of t minus u d. ഇതാണ് നമ്മുടെ കൺവല്യൂഷൻ പ്രോപ്പർട്ടി. അപ്പൊ f bar s നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് t കിട്ടി. L inverse g bar s കണ്ടുപിടിച്ചപ്പോൾ g of t കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രൽ 0 to t f of t നമുക്കറിയാം. f of t എന്താണ്? f of t എന്ന് പറഞ്ഞാൽ t ആണ്. അപ്പൊ f of u എന്തായിരിക്കും? t യുടെ സ്ഥാനത്ത് u കൊടുക്കുമ്പോൾ u. അപ്പൊ നമുക്ക് f of u ന് പകരം എന്ത് കൊടുക്കാം? u എന്ന് കൊടുക്കാം. ഇനി g of t എന്താണ് കിട്ടിയിരിക്കുന്നത്? g of t എന്ന് പറഞ്ഞാൽ 1 by a sin at ആണ്. അപ്പൊ g of t minus u എന്താണ്? t is replaced by t minus u. ആൻസർ എന്താണ്? 1 by a sin a into t minus u.
ടിയുടെ സ്ഥാനത്ത് ടി മൈനസ് യു കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1/a sin a അകത്തേക്ക് എടുക്കുമ്പോൾ at മൈനസ് au. അപ്പൊ നമ്മൾ എഫ് ഓഫ് യു എഴുതി, ജി ഓഫ് ടി മൈനസ് യു എഴുതി. ഇനി നമുക്കിതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അടുത്ത ഇന്റഗ്രേഷൻ പ്രോസസ് ആണ്. ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? 1/s² × s² + a² ആണ്. ഇവിടെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിക്കാതെ കൺവല്യൂഷൻ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അങ്ങനെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷൻ 1/s² എന്നുള്ളത് f എടുത്തു, 1/s² + a² എന്നുള്ളത് g എടുത്തു, അതിന്റെ ഇൻവേഴ്സ് എടുത്തു. L ഇൻവേഴ്സ് f എന്ന് പറഞ്ഞാൽ എന്താണ്? t ആണ്. L ഇൻവേഴ്സ് g എന്ന് പറഞ്ഞാൽ എന്താണ്? 1/a sin at ആണ്. ഒന്നിനെ f of t എന്ന് വിളിച്ചു, രണ്ടാമത്തേനെ g of t എന്ന് വിളിച്ചു. ദെൻ നമ്മൾ കൺവല്യൂഷൻ പ്രോപ്പർട്ടി എഴുതുന്നു. എന്താണ് കൺവല്യൂഷൻ പ്രോപ്പർട്ടി? കൺവല്യൂഷൻ പ്രോപ്പർട്ടി പറയുന്നത് L ഇൻവേഴ്സ് f × g = ഇന്റഗ്രൽ 0 to t f of u g of t minus u du. f of u എന്താണ്? f of t നമ്മുടെ കയ്യിലുണ്ട് t. f of t t ആണെങ്കിൽ f of u എന്തായിരിക്കും? t is replaced by u. അപ്പോ u എന്ന് കിട്ടും. u into അതുപോലെ തന്നെ g of t minus u എന്താണ്? g of t നമ്മുടെ കയ്യിലുണ്ട് 1/a sin at ആണ്. അപ്പൊ g of t minus u എന്താണ്? 1/a sin at minus au. ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അടുത്ത ഇന്റഗ്രേഷൻ പ്രോസസ് ആണ് കേട്ടോ. അടുത്ത ഇന്റഗ്രേഷൻ ചെയ്യാം. ഇന്റഗ്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. This is equal to ഇവിടെ 1/a നമുക്ക് പുറത്തേക്ക് എഴുതുന്നു. ഇന്റഗ്രൽ 0 to t u into sin at minus au du. 1/a നമ്മൾ പുറത്തേക്ക് ഇട്ടു. അപ്പോ u into sin at minus au du. ഇനി നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകും. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/a into general rule for integration apply. General rule integration apply ചെയ്യുമ്പോൾ first function into u into sin at minus au എന്താണ്? sin at minus au എന്ന് പറഞ്ഞാൽ minus cos at minus au divided by ഇവിടെ താഴെ ഇതിന്റെ ഡെറിവേറ്റീവ് എഴുതേണ്ടത് at minus au ന്റെ ഡെറിവേറ്റീവ് എഴുതണം. at minus au ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാണ് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു u ആണ്. അപ്പൊ u ന്റെ കോഎഫിഷ്യന്റ് ആണ് താഴെ എഴുതേണ്ടത്. u ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? u ന്റെ കോഎഫിഷ്യന്റ് -a കണ്ടോ? -a. u ന്റെ കോഎഫിഷ്യന്റ് -a എഴുതുക. t യുടെ കോഎഫിഷ്യന്റ് അല്ല എഴുതേണ്ടത്, u ന്റെ കോഎഫിഷ്യന്റ് താഴെ എഴുതുക -a. കാരണം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു u ആണ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻടു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇനി ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് u ന്റെ ഡെറിവേറ്റീവ് 1 ആണ്. Then നമുക്ക് ഇതിന്റെ വീണ്ടും ഇന്റഗ്രൽ എഴുതുമ്പോൾ minus cos minus sin at minus au divided by -a into -a s². ഇന്റഗ്രേഷൻ പൂർണ്ണമായി കഴിഞ്ഞു. 0 to t. ഇനി അടുത്ത ടേം ചെയ്താൽ എന്താ സംഭവിക്കുക? ഡെറിവേറ്റീവ് ഓഫ് 1 0 ആണ്. അപ്പൊ ഈ രണ്ട് ടേം കഴിഞ്ഞാൽ ഇന്റഗ്രേഷൻ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക നോക്കി. 1/a ഇവിടെ നോക്കാം. ഈ യുവിനാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. യുവിന് കൊടുക്കുമ്പോ ടി ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആവും. അപ്പൊ t/a ഇൻറ്റു ഇവിടെ യുവിന് ടി കൊടുക്കുമ്പോ at minus at എന്താണ്? cos 0. cos 0 ന്റെ വാല്യൂ എത്രയാണ്? cos 0 ന്റെ വാല്യൂ 1. അപ്പൊ t/a ഇൻറ്റു 1. cos 0 ന്റെ വാല്യൂ 1 ആണ്. ഇനി രണ്ടാമത്തേക്ക് നോക്കാം. ഈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. ഇവിടെ നമ്മള് ടിക്ക് നമ്മള് u നമ്മൾ ടി കൊടുക്കുമ്പോ at minus at എന്താണ്? sin 0. അപ്പൊ രണ്ടാമത്തെ പാർട്ട് എന്തായി? 0. അപ്പൊ അപ്പർ ലിമിറ്റില് ഫസ്റ്റ് വാല്യൂ t/a യും സെക്കൻഡ് വാല്യൂ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് വാല്യൂ 0 കിട്ടും. കാരണം sin 0 0. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് നമ്മൾ 0 കൊടുക്കുമ്പോ ഫസ്റ്റ് കേസിൽ 0, യുവിന് 0 കൊടുക്കുമ്പോ 0. രണ്ടാമത്തെ കേസിൽ കൊടുക്കുമ്പോഴോ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് sin ഈ യുവിന് 0 കൊടുക്കുമ്പോ sin at/s². sin at/s². ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസറിലേക്ക് എത്തിച്ചേരും. This is equal to L inverse 1/a
എസ് സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയറിന്റെ ആൻസർ എന്താണ് 1/a ഇൻറ്റു ഇവിടെ ടി ബൈ എ എന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ എന്താ കിട്ടിയിരിക്കുന്നത് മൈനസ് സൈൻ എ ടി ബൈ എസ് സ്ക്വയർ 1/a ഇൻറ്റു ടി ബൈ എ മൈനസ് സൈൻ എ ടി ബൈ എസ് സ്ക്വയർ എ സ്ക്വയർ. ഇനി നമ്മൾക്ക് അതിനെ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ടി ബൈ എസ് സ്ക്വയർ മൈനസ് സൈൻ എ ടി ബൈ എ ക്യൂബ് ഉണ്ട്. അപ്പൊ എൽ ഇൻവേഴ്സ് 1/s സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ നമ്മൾ കൺവല്യൂഷൻ പ്രോപ്പർട്ടി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ് ടി ബൈ എസ് സ്ക്വയർ മൈനസ് സൈൻ എ ടി ബൈ എ ക്യൂബ്. എന്ത് ചോദിച്ചതാണ് ഈ മെയ് 2024 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഈ മെയ് 2024 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ കൺവല്യൂഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാൻ പാടില്ല. കൺവല്യൂഷൻ പ്രോപ്പർട്ടി തന്നെ അപ്ലൈ ചെയ്യണം. ഇവിടെ നമുക്ക് 1/s സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ ആണ്. അപ്പൊ ഒരു ഫംഗ്ഷനെ നമ്മൾ എഫ് ബാർ എസ് എന്നും മറ്റേതിനെ ജി ബാർ എസ് നമ്മൾ എടുത്തു. 1/s സ്ക്വയറിനെ നമ്മൾ എന്തെടുത്തു എഫ് ബാർ എസ് എടുത്തു. ജി ബാർ എസ് എന്താണ് 1/s സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ. അതിനുശേഷം എൽ ഇൻവേഴ്സ് എഫ് ബാർ എസ് കണ്ടു, എൽ ഇൻവേഴ്സ് ജി ബാർ എസ് കണ്ടു. എൽ ഇൻവേഴ്സ് എഫ് ബാർ എസ് എന്ന് പറഞ്ഞാൽ എന്താണ് എഫ് ഓഫ് ടി. എൽ ഇൻവേഴ്സ് ജി ബാർ എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ജി ഓഫ് ടി. അങ്ങനെ എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യാ ഇനി ഈ കൺവല്യൂഷൻ പ്രോപ്പർട്ടിയുടെ ഫോർമുല എഴുതുകയാണ്. എന്താണ് ഫോർമുല എൽ ഇൻവേഴ്സ് എഫ് ബാർ എസ് ജി ബാർ എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് യു ജി ഓഫ് ടി മൈനസ് യു ഡി യു. അതാണ് ഫോർമുല. അതില് എഫ് ഓഫ് യു എന്ന് പറയുന്നത് എന്താണ് എഫ് ഓഫ് ടി നമ്മുടെ കയ്യിലുണ്ട്. എഫ് ഓഫ് ടി എന്താണ് ടി ആണ്. ജി ഓഫ് ടി എന്താണ് സൈൻ എ ടി ആണ്. അപ്പൊ എഫ് ഓഫ് യു എന്താണ് യു. ജി ഓഫ് ടി മൈനസ് യു എന്താണ് സൈൻ എ ഇൻറ്റു ടി മൈനസ് യു. അത് നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ. എന്താണ് ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് then പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അതാണ് ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ. ആ ജനറൽ റൂൾ ഫോർ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുന്നു, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന ആർക്കാണ് യുനാണ് അപ്ലൈ ചെയ്യുക. 0 ടു ടി അപ്ലൈ ചെയ്ത ആർക്കാണ് യുന് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ അപ്ലൈ ചെയ്ത് അവസാനം സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്താണ് ടി ബൈ എസ് സ്ക്വയർ മൈനസ് സൈൻ എ ടി ബൈ എ ക്യൂബ് എന്നാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 7 മാർക്കാണ്. ഈ മെയ് 2024 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളോട് ചോദിച്ചതാണ് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. ഓക്കെ.